മലയാളിയുടെ സ്വീകരണ മുറിയിൽ ഒരു കാലത്ത് നിറഞ്ഞു നിന്നിരുന്ന ടെലിവിഷൻ ആങ്കറായിരുന്നു വീണ നായർ. വീണ ഒരു സുപ്രഭാതത്തിൽ കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകയായി. യൂത്ത് കോൺഗ്രസിലൂടെയാണ് കോൺഗ്രസിൻ്റെ ഭാഗമായി വീണ എത്തുന്നത്. വീണയുടെ കുടുംബവും അത്തരത്തിൽ കോൺഗ്രസ് പശ്ചാത്തലമുള്ള ഒരു ഫാമിലി തന്നെയാണ്. ഇപ്പോൾ വീണയെക്കുറിച്ച് പറയാൻ കാരണം, വീണ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കഴിഞ്ഞ ദിവസം ഇട്ടിരുന്നു. അതിൽ പറഞ്ഞിരുന്നത് തൻ്റെ താലിമാല നഷ്ടമായി എന്നതായിരുന്നു. അത് കിട്ടുന്നവർ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വിവരം ലഭിക്കുന്നവർ തൻ്റെ ഭർത്താവിനെ അറിയിക്കണം. തിലകൻ, വീണയുടെ ഭർത്താവാണ്. തിലകൻ്റെ നമ്പർ കൂടി ചേർത്തായിരുന്നു അത്തരത്തിൽ ഒരു പോസ്റ്റ് ഇട്ടത്. ആ പോസ്റ്റ് വന്നതിന് പിന്നാലെ വലിയ ചർച്ചകൾ ഉയർന്നു വന്നു. എനിക്ക് വീണയെ ഒരു 18 വർഷമായെങ്കിലും അറിയാവുന്ന ആളാണ്. ഞാൻ നേരത്തെ ജോലി ചെയ്തിരുന്ന ചാനലിലും വീണ ആങ്കറായി എത്തിയിട്ടുണ്ട്. അപ്പോൾ മുതലുള്ള ഒരു പരിചയമാണ്. ഞാൻ തന്നെ വീണയെ വിളിച്ച് ചോദിച്ചു, ഇത് എന്തെങ്കിലും ട്രോളാണോ, അല്ലെങ്കിൽ സത്യത്തിൽ ഇങ്ങനെ താലിമാല നഷ്ടമായോ, എത്ര പവനാണ് ഇത് ഉണ്ടായിരുന്നതെന്ന കാര്യങ്ങളൊക്കെ ഒരു കൗതുകത്തിന് വേണ്ടി വിളിച്ച് ചോദിച്ചതാണ്. കാരണം ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ വരുന്നതിനിടയിലാണ് വീണ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടുന്നത്. അതിനെ ചുറ്റിപ്പറ്റി വലിയ ചർച്ചകൾ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുമുണ്ട്. ഈ മോഷണമാണ് നടന്നതെങ്കിൽ വീട്ടിലുള്ള ആരെങ്കിലും ആയിരിക്കും എടുത്തത്, അവിടെ തന്നെ പരിശോധിക്കണം, വീട്ടുകാരെ ചോദ്യം ചെയ്യൂ, അങ്ങനെയുള്ള കമൻറ്റുകൾ ഒരു വശത്ത്. അതല്ലെങ്കിൽ ഇത് ട്രോളാണ്, സർക്കാരിനെ ട്രോൾ ചെയ്തതാണ്, അല്ലെങ്കിൽ ദേവസ്വം ബോർഡിനെ ട്രോൾ ചെയ്തതാണ്. ഒരു കോൺഗ്രസ് നേതാവായതുകൊണ്ട് തന്നെ നേരത്തെ ഒരു വട്ടിയൂർക്കാവിലൊക്കെ മത്സരിച്ച ആളാണ് വീണ. അങ്ങനെ ഉള്ള ഒരു പശ്ചാത്തലമുള്ളത് കൊണ്ട് ഇതിൻ്റെ ഒരു ട്രോളിൻ്റെ സാധ്യതകളും വലിയ തോതിൽ ചർച്ചയായി വന്നു. വീണ പറയുന്നത് ഇത് ട്രോളല്ല, ഇത് നടന്ന സംഭവം തന്നെയാണ്. തൻ്റെ താലിമാല നഷ്ടപ്പെട്ടു. ഈ താലിയും മാലയും ചേർത്ത് ഏതാണ്ട് 2 പവനാണ് വരുന്നത്. താനിത് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതിന് കാരണം പോലീസിൽ പരാതി നൽകിയാൽ മതിയായിരുന്നു. പക്ഷേ ഇതൊരു വൈകാരികമായ സംഭവം കൂടിയാണ്. തന്നെ വിവാഹ സമയത്ത് തനിക്ക് തന്നെ അണിയിച്ച ആ മാലയും താലിയുമാണ്. അത് നഷ്ടമാകുമ്പോൾ ഒരു വൈകാരികമായ ഒരു പ്രശ്നം കൂടിയുണ്ട്. അതുകൊണ്ടാണ് ഇത് ആർക്കെങ്കിലും കിട്ടുകയാണെങ്കിൽ അത് തിരികെ ലഭിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതാണ്. വീണ താമസിക്കുന്നത് വട്ടിയൂർക്കാവിൻ്റെ അടുത്താണ്. വീണ പറയുന്നത് ഇങ്ങനെയാണ്: കഴിഞ്ഞ 26-ന് ഇലിപ്പോടുള്ള, തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ് ഇലിപ്പോട് എന്ന സ്ഥലം, ഇത് വട്ടിയൂർക്കാവിന് അടുത്തുള്ള സ്ഥലമാണ്. ഈ ഇലിപ്പോടുള്ള ഒരു ബന്ധു ശസ്ത്രക്രിയ കഴിഞ്ഞ് വിശ്രമത്തിലാണ്. ആ ബന്ധുവിനെ കാണുന്നതിന് വേണ്ടി കാറിൽ താനും ഭർത്താവും 11 മാസം പ്രായമുള്ള കുഞ്ഞും അമ്മുമ്മയുമായി ആ വീട്ടിലേക്ക്, ആ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോവുകയാണ്. അവിടെ പോയി തിരികെ വരുമ്പോഴും തൻ്റെ കഴുത്തിൽ ഈ മാലയുണ്ടായിരുന്നു. കാരണം വീണ പറയുന്നതിന് കാരണം അവിടുത്തെ CCTV, അതിന് മുമ്പിലുള്ള കടയിലെ CCTV ഒക്കെ പരിശോധിക്കുമ്പോൾ ഈ സ്വർണം പോലൊരു വസ്തു കഴുത്തിലുള്ളതായി കാണുന്നു. അങ്ങനെയെങ്കിൽ ഈ മാല കഴുത്തിലുണ്ട്. പിന്നെ വീട്ടിലേക്ക് വരുന്നു. അതിന് മുൻപ് ഒരു സംഭവം ഉണ്ടാകുന്നത്, കോൺഗ്രസിൻ്റെ ഒരു സമരപരിപാടി നെയ്യാറ്റിൻകരയിലുണ്ടായിരുന്നു. അതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി വീണ പോയിരുന്നു. ചില വാർത്തകൾ വരികയും ചെയ്തു. ഈ ദേശാഭിമാനിയിൽ ഒരു വാർത്ത വന്നു, അങ്ങനെ വീണ പങ്കെടുത്തിരുന്നു. അതിൽ വീണ ഒരു പോസ്റ്റ് ഇടുകയും ചെയ്തു. അവിടെ നഷ്ടമായതാണെന്നൊരു ദുസൂചന ദേശാഭിമാനിയിൽ വന്നു. അതിനെ രാഷ്ട്രീയമായി വിമർശിച്ചുകൊണ്ടുള്ളൊരു പോസ്റ്റാണ് പിന്നീട് വീണ ഇട്ടത്. ഏതായിരുന്നാലും ഈ സംഭവം വീണ പറയുന്നത്, അവിടെ നിന്ന് ഇറങ്ങി കാറിൽ കയറുന്നു, തുടർന്ന് വീട്ടിലെത്തുന്നു. 10 മണിയോടുകൂടിയാണ് വീട്ടിലെത്തുന്നത്. ആ സമയവും തൻ്റെ കഴുത്തിൽ മാല ഉണ്ടായിരുന്നതായി തന്നെയാണ് വിശ്വസിക്കുന്നത്, അങ്ങനെയാണ് കരുതുന്നത്. പക്ഷേ അത് കഴിഞ്ഞ് ഏതാണ്ട് ഒരു 7 മണിക്കൂറൊക്കെ കഴിയുമ്പോഴാണ് മാല നഷ്ടപ്പെട്ട വിവരം മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ ഈ യാത്രയിലോ വീട്ടിലോ ആയിരിക്കും നഷ്ടമായത്. വീട്ടിലാണെങ്കിൽ കവർച്ചയ്ക്കുള്ള സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ വീണ പറയുന്നത്, അങ്ങനെ ജനാലകളൊന്നും തുറന്നിടുന്ന ഒരു രീതിയില്ല, മാത്രമല്ല ഈ കൊതുക് വലയൊക്കെ ഉള്ള ബെഡാണ്. അങ്ങനെയാണ് അവർ ആ കുടുംബം കഴിയുന്നത്. അവിടെ വീണയുടെ അച്ഛൻ, അമ്മ, വീണയുടെ ഭർത്താവ്, വീണയുടെ അമ്മുമ്മ, വീണയുടെ 11 മാസം പ്രായമുള്ള കുഞ്ഞ്, ഇവർ മാത്രമാണ് ആ വീട്ടിലുള്ളത്. മറ്റേതെങ്കിലും ബന്ധുക്കളോ പരിചയക്കാരോ ഒന്നും തന്നെ അന്ന് ആ വീട്ടിൽ ഉണ്ടായിരുന്നില്ല. ജനൽ തുറന്നിട്ടിരുന്നോ ഇല്ലയോ എന്നതിൽ ചില സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ തുറക്കുന്ന പതിവില്ല, ഒരുപക്ഷെ ജനൽ തുറന്നിട്ടിരുന്നോ എന്നതിലും സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. വീണ പറയുന്ന മറ്റൊരു കാര്യം, ഇത് ആരെങ്കിലും കവർച്ചയാണ്, ആരെങ്കിലും മോഷ്ടിച്ചതാണെങ്കിൽ ആ പോസ്റ്റിൽ തന്നെ പറയുന്നുണ്ട്, വിൽപ്പനയ്ക്കോ പണയം വയ്ക്കുന്നതിന് വേണ്ടിയോ അവിടേക്ക് ഏതെങ്കിലും ജുവലറിയിലേക്കോ മറ്റോ വരികയാണെങ്കിൽ അക്കാര്യം അറിയിക്കണം എന്ന കാര്യമാണ് ഈ പോസ്റ്റിൽ പറയുന്നത്. ഏതായിരുന്നാലും ഇതൊരു ട്രോളല്ല എന്ന കാര്യം പറയട്ടെ. നമ്മുടെ രഞ്ജിനി ഹരിദാസൊക്കെ വരുന്നതിന് മുൻപ് ഒരുപക്ഷെ മലയാള പ്രേക്ഷകരെ വളരെയധികം സ്വാധീനിച്ച ഒരു അവതാരകയാണ്. പിന്നീടാണ് രാഷ്ട്രീയത്തിൽ സജീവമാകുന്നത്. യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെയൊക്കെ സമരപരിപാടികളിലൊക്കെ സജീവമായി പങ്കെടുത്ത് മുന്നോട്ട് പോകുന്നൊരു സമയമാണ്. 2 പവൻ്റെ മാല എന്നതിൽ ഒരു വൈകാരികമായ ഘടകം ഉണ്ട്. അതുകൊണ്ട് താനിങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടു എന്ന വിശദീകരണമാണ് വീണയിൽ നിന്ന് ഉണ്ടാകുന്നത്.